എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 1 ജൂൺ 2026 ആണ്. സോ തിരുവനന്തപുരത്തേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. LD ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ഡ്രൈവർ തുടങ്ങിയ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ആദ്യം ഷോർട്ടായിട്ടൊന്ന് നോക്കാം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മെയിൻ്റനൻസ് കമാൻഡിലേക്ക് 14 വേക്കൻസി ഉണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഡ്രൈവർ തുടങ്ങിയ തസ്തികയിലേക്കാണ് മെയിൻ്റനൻസ് കമാൻഡിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഏതൊരു കമാൻഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രെയിനിങ് കമാൻഡിലേക്ക് 5 വേക്കൻസി ഉണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സെൻട്രൽ എയർ കമാൻഡിലേക്ക് 3 വേക്കൻസി ഉണ്ട്. ടൈപ്പിസ്റ്റും ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്കാണ് വേക്കൻസി. ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് 6 വേക്കൻസി ഉണ്ട്. ടൈപ്പിസ്റ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തുടങ്ങിയ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ്റ്റേൺ എയർ കമാൻഡിലേക്ക് 6 വേക്കൻസി ഉണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ഡ്രൈവർ. ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിലേക്ക് 5 വേക്കൻസി. ടൈപ്പിസ്റ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡ് തിരുവനന്തപുരത്തേക്ക് ടൈപ്പിസ്റ്റാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്കിന് 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് LD ക്ലർക്കിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. ടൈപ്പിസ്റ്റിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഡ്രൈവറാണ്. 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 പോസ്റ്റിലേക്കും ലെവൽ 2 ആണ് സാലറി. 19,900 മുതലാണ് ബേസിക് സാലറി. ഇതുകൂടാതെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, അവിടെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നവിടെ ഫില്ലപ്പ് ചെയ്യണം. പോസ്റ്റ് അപ്ലൈഡ് ഫോർ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അവിടെ ഫില്ലപ്പ് ചെയ്യണം. റൈറ്റ് സൈഡിൽ പേസ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്, അവിടെ ഒരു ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്ററിൽ പേര് എഴുതുക. ഫാദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെൽഫ് അറ്റസ്റ്റ് കോപ്പി അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് അനുസരിച്ച് ഇയേഴ്സ്, മന്ത്, ഡേയ്സ്, നമ്മുടെ പ്രായമാണ് എഴുതേണ്ടത്. ഓക്കെ. അഡ്രസ് ഫോർ കറസ്പോണ്ടൻറ്റ്, നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്രസ്സ് അവിടെ ചോദിക്കുന്നുണ്ട്. ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയവയാണ് അവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. കാസ്റ്റ് ചോദിക്കുന്നുണ്ട്. ജനറൽ ആണോ, OBC ആണോ, SC ആണോ, ST ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി SC, ST, OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അവിടെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് അവിടെ ഫില്ലപ്പ് ചെയ്യുക. അത് പ്രൂവ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ കാറ്റഗറി, ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ വീണ്ടും ഫില്ലപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഡൊമസൈൽ ചോദിച്ചിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന കാര്യം ഡൊമസൈലാണ് ചോദിച്ചിരിക്കുന്നത്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ രജിസ്റ്റർ നമ്പറും നെയിമും അവിടെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഫോർ ഒഫീഷ്യൽ റെക്കോർഡ് ഉള്ളി, അവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു അടുത്ത പേജിലും കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അവിടെ അറ്റസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം അറ്റസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. നെയിം, ഫാദേഴ്സ് നെയിം, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം ഫില്ലപ്പ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത്, ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അറ്റാച്ച് ചെയ്ത് ഏത് IAFൻ്റെ കമാൻഡിൻ്റെ യൂണിറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടത്തേക്ക് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.